ടോണി, ഇത് നിങ്ങൾ പ്രതീക്ഷിച്ച പോലൊരു വിജയം തന്നെ സംഭവിച്ചു. പക്ഷേ മറുപക്ഷത്ത് കോൺഗ്രസിന് ഒരു വലിയ കനത്ത തിരിച്ചടി സംഭവിച്ചിട്ടുണ്ട്. ഒരിക്കലുമില്ല. ഇത് കോൺഗ്രസ്, അതായത് ഒരു പോരാട്ടത്തിന്റെ വിജയമാണ്. അതായത് ഇവിടെ കോൺഗ്രസ്സുകാരെ തീർക്കാൻ നോക്കിയവർക്കുള്ള ഒരു പോരാട്ടത്തിന്റെ വിജയമാണ്. ഈ കോൺഗ്രസ് മുന്നോട്ട് പോവും. ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി എല്ലാവരെയും കൂട്ടിപ്പിടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഇപ്പോഴും ചോദ്യം ബാക്കിയാവുന്നത്, നിങ്ങൾ അങ്ങനെ പറയുമ്പോഴും DCCയുടെ നിലപാടതല്ല. DCC ഇപ്പോഴും പറയുന്നത് നിങ്ങൾ വിപ്പ് ലംഘിച്ചു, നിങ്ങളെ അയോഗ്യരാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പാർട്ടി പെറ്റമ്മയെ പോലെയാണ്. ആ പെറ്റമ്മയെ വേദനിപ്പിക്കുമ്പോൾ അവർ ചിലപ്പോൾ ഒരു ശിക്ഷ നടപടികളൊക്കെ ഉണ്ടാവും. പിള്ളേരെ ചൂരിലെടുത്തടിക്കും. അതൊക്കെ ആ ഒരു രീതിയിൽ അങ്ങനെ ഞങ്ങൾ കാണുന്നുള്ളൂ. തിരിച്ച് ഞങ്ങളെ എടുക്കുമെന്നാണ് ഞങ്ങൾക്ക് പ്രതീക്ഷ. അപ്പോഴും ബാക്കിയാകുന്ന നിങ്ങളുടെ ഈ പിന്തുണ വീണ്ടും ചോദ്യം ചെയ്യപ്പെട്ടില്ലേ? നിങ്ങളിപ്പോൾ പിന്തുണയ്ക്കുന്നത് മായ രാഹുലിനെയാണ്. LDF പിന്തുണയോടുകൂടി വരുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് അവർ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അതിൽ നിലനിൽക്കില്ലേ? മായ രാഹുൽ ഹൃദയം കൊണ്ട് കോൺഗ്രസ്സുകാരിയാണ്. അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും കോൺഗ്രസ്സുകാരിയാണല്ലോ. പിന്നെ ഇവർ പിന്തുണ തന്നു. അവർ വികസനത്തിന് വേണ്ടി പിന്തുണ തന്നു. ആ വികസനത്തിന് അവരോട് ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങളുടെ ഇവിടെ പാർട്ടിയെ ഇല്ലായ്മ ചെയ്തവർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിത് ഒരു പോരാട്ടം നടത്തി. ആ പോരാട്ടത്തിൽ ഞങ്ങളുടെ ഒപ്പം നിന്നത് ഇടതുപക്ഷ സഹപ്രവർത്തകരാണ്. അവരോട് സ്നേഹമുണ്ട്. അതുപോലെ ഐക്യജനാധിപത്യ മുന്നണിയിലെ എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടാകാത്ത രീതിയിലുള്ള നല്ല വികസന നയങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഒരു ചോദ്യം കൂടി. ഇപ്പം വോട്ടെണ്ണൽ നടക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ കോൺഗ്രസ് കൗൺസിലർമാർ, UDF കൗൺസിലർമാരെല്ലാം തന്നെ ഹോൾ വിട്ട് പുറത്തു വന്ന സാഹചര്യം ഉണ്ടായി. ഒരുപക്ഷെ അവർക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു അവസാന നിമിഷം വരെ ഈ വിമതരായിട്ടുള്ള ആരെങ്കിലും മറിച്ച് അവരുടെ പക്ഷത്തേക്ക് വരുമെന്ന്. ഞാൻ 20 വർഷമായിട്ട് കോൺഗ്രസ് പ്രവർത്തകനാണ്. 2 ടേമിൽ മത്സരിച്ചതാണ് കോൺഗ്രസ്സുകാരനായിട്ട് തന്നെ. അതുപോലെ തന്നെ ഇവിടെ വന്നവരെല്ലാവരും സീനിയോറിറ്റി എൻ്റെ അത്രയും. അപ്പം ഞാൻ പറയട്ടെ, ഇന്ന് ഈ പുതുമുഖങ്ങളാണ് ഇവരെല്ലാവരും തന്നെ. പക്ഷേ ഇതിനകത്തൊരു കാര്യം പറയാം, അവരുടെക്കാളും എനിക്കറിയാം എൻ്റെ പാർട്ടിയെ ഒരിക്കലും ഞങ്ങൾ ചതിക്കില്ല. ഞങ്ങളുടെ പാർട്ടിയെ ഇവിടെ ഉണ്ടാകാൻ വേണ്ടി മാത്രം ഈ മണ്ണിൽ ഉറച്ചു നിൽക്കാൻ, കോൺഗ്രസ് എന്ന് പറയുന്ന ആശയത്തെ ഈ മണ്ണിൽ ഉറച്ചു വെപ്പിക്കാൻ വേണ്ടിയാണ് ഈ ആശയ പോരാട്ടം നടത്തിയത്.